റെഡ്യൂസ് ലെവൽ പോയിന്റുകളുടെ കണ്ടുപിടിക്കാനായിട്ട് ബേസിക്കലി രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡ്, ദെൻ സെക്കൻഡ് വൺ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ പ്രൊഫൈൽ തന്നെയാണ് ഗ്രൗണ്ടിൻ്റെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പോയിൻ്റ് എ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് പോയിൻറ്റും ബി സി ഡി എന്ന് പറയുന്നത് 3 പോയിൻറ്റുകൾ ഗ്രൗണ്ടിലുള്ളത്. ഈ 3 പോയിൻറ്റുകളുടെ റെഡ്യൂസ് ലെവൽസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിരുന്നു. റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ ബേസിക്കലി ഒരു പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നത് തൊട്ട് മുന്നുള്ള പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ദ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ഡിറ്റർമിനിങ് ദ ഡിഫറൻസ് ഓഫ് ലെവൽ ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് പോയിൻറ്റ്സ് by comparing each point with immediate preceding point. അങ്ങനെ തൊട്ട് മുന്നുള്ള പോയിൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നത്. വെറാസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ്, അതിൽ ലൈൻ ഓഫ് കൊളിമേഷൻ്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് പ്രൊസീഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെയും സ്റ്റാഫ് റീഡിങ്ങുകൾ ഓരോന്നിലും എടുത്തു വച്ചിട്ടുണ്ട്. പോയിൻറ്റ് എ, അതിലെ സ്റ്റാഫ് റീഡിങ് 0.9 മീറ്ററാണ്. പോയിൻറ്റ് ബിയിലുള്ള സ്റ്റാഫ് റീഡിങ് 1.1 മീറ്റർ. പോയിൻറ്റ് സിയിൽ 1.05ഉം പിന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ 1.45ഉം, അങ്ങനെ 2 വാല്യൂസ് ഉണ്ട്. പോയിൻറ്റ് ഡിയിൽ 1.55. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് ബുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഈ ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ഇത് മൂന്നും കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ തന്നെ ഫില്ല് ചെയ്താൽ മതി. ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും അതിന് പകരം ഇവിടെ 2 കോളംസാണ് ആഡ് ചെയ്യേണ്ടത്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ള കോളം മാറ്റിയിട്ട് റൈസ് അല്ലെങ്കിൽ ഫോള് എന്നുള്ള 2 കോളംസാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ബാക്കി വരുന്ന റെഡ്യൂസ് ലെവൽ ദർ ഇസ് നോ ചേഞ്ച്, റിമാർക്ക് കോളം നോ ചേഞ്ച്. അപ്പോൾ ആകെ ചേഞ്ച് ഉള്ളത്, കഴിഞ്ഞതുമായിട്ട് ചേഞ്ച് ഉള്ളത് ഈ റൈസ് ഫോൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കോളം മാറ്റിയിട്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഒരു പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ അറിയാമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അതിനടുത്തുള്ള നെക്സ്റ്റ് പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻറ്റും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നോക്കും. അതായത് ഈ ഒരു ഹൈറ്റ്, ചെറിയൊരു ഹൈറ്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിൻ്റ് കുറച്ച് താന്നിട്ടാണ് നിൽക്കുന്നത് എയിനേക്കാളും. സോ അത് ഒരു ഫാളായിട്ട് കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ ബേസിക്കലി ഈ 0.9ഉം 1.1ഉം ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് എടുക്കുന്നത്. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 0.2 മീറ്റർ എന്നുള്ളതാണ് കിട്ടുക. അത് ആക്ച്വലി ഒരു ഫോളാണ്. ഫസ്റ്റ് പോയിൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പോയിൻറ്റ് താന്നാണ് ഇരിക്കുന്നത്. ഇനി സെക്കൻഡ് പോയിൻറ്റ് മുകളിലായിരുന്നെങ്കിൽ അത് റൈസ് എന്നുള്ള കോളത്തിലാണ് എൻ്റർ ചെയ്യേണ്ടി വരിക. അങ്ങനെ പോയിൻ്റ് എയുടെ റെഡ്യൂസ് ലെവലിൻ്റെ അതിൻ്റെ കൂടെ ഈ ഫോള് മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻറ്റ് ബി കിട്ടും. അതുപോലെ സി എന്ന് പറയുന്ന പോയിൻ്റ് റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ബിയുടെ റെഡ്യൂസ് ലെവൽ പ്ലസ് ഓർ മൈനസ് റൈസ് ഓർ ഫോൾ. അപ്പോൾ അത് കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ
ബാക്ക് സൈറ്റ് 0.9 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ് ബിയിലേക്ക് 1.1. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അപ്പോൾ പോയിൻ്റ് ബി എന്ന് പറയുന്നത് സ്റ്റാഫ് റീഡിങ് വലുതായതുകൊണ്ട് താഴ്ന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. സോ അതൊരു ഫോളാണ്. അപ്പോൾ ഫോളിനകത്ത് 0.2 ആ ഡിഫറൻസ് മാർക്ക് ചെയ്യാം. ഇനി റെഡ്യൂസ് ലെവൽ ഓഫ് എ അറിയാം, അതിൻ്റെ കൂടെ ഫോൾ ആയതുകൊണ്ട് മൈനസ് യൂസ് ചെയ്യുക. ഫോളിന് എപ്പോഴും മൈനസ് യൂസ് ചെയ്യുക, റൈസ് ആണെങ്കിൽ പ്ലസ് യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ കൂടെ ഈ 0.2 മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ബി കിട്ടും, 99.8 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അടുത്തത് പോയിൻ്റ് സി ആണ്. പോയിൻ്റ് സിയുടെ പോയിൻ്റ് സി റൈസ് ആണോ ഫോൾ ആണോ അത് ബി വെച്ചിട്ടാണ് നോക്കേണ്ടത്. തൊട്ട് മുൻപിലുള്ള പോയിന്റിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ബിയുടെ റീഡിംഗ് വെച്ച് നോക്കുമ്പോൾ 1.1 ആണ് അവിടുത്തെ സ്റ്റാഫ് റീഡിംഗ്. സിയിലുള്ള സ്റ്റാഫ് റീഡിംഗ്, സിയിലേക്ക് എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗ് അത് ആക്ച്വലി ഫോർ ബെയറിംഗ് ആണ്, അതായത് ഈ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ലാസ്റ്റ് എടുത്ത റീഡിങ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ വാല്യൂ ആണ്, ചെറുതാണ്, 1.05 ഉള്ളൂ. അത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. ബീനെ അപേക്ഷിച്ച് സി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ അത് റൈസിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ആ ഡിഫറൻസ് 0.05 ആണ്. നമ്മളെപ്പോഴും പോസിറ്റീവ് വാല്യൂസാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 0.05 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻ്റ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ദ പ്രീവിയസ് പോയിൻറ്റ് 99.8, അതായത് ബിയുടെ റെഡ്യൂസ് ലെവൽ പ്ലസ് ഓർ മൈനസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റൈസ് ആയതൊരു പ്ലസ് എടുക്കാം, പ്ലസ് 0.05 ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻറ്റ് സി കിട്ടും, 99.85. അത് ആക്ച്വലി ഒരു ചേഞ്ച് പോയിൻ്റ് ആണ്, അതും നോട്ട് ചെയ്ത് വയ്ക്കാം, സി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി. ഡി ചെയ്യുമ്പോൾ സിയും ഡിയും ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഡിയിലേക്ക് റീഡിംഗ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ അതേ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് തന്നെ സിയിലേക്ക് എടുത്ത റീഡിങ് അത് ആക്ച്വലി 1.45 ആണ്, അത് ബാക്ക് സൈറ്റ് ആണ്. അതും ഡിയിലെ റീഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാം. അത് ഡി ഒരു താഴ്ന്ന പ്രദേശമാണ്, സോ അത് ഫോളിൽ എൻ്റർ ചെയ്യാം. സോ ദ റെഡ്യൂസ് ലെവൽ ഓഫ് ഡി ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് ദ പ്രീവിയസ് പോയിന്റ്, അതായത് പ്രീവിയസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സി ആണ്. അത് പ്ലസ് ഓർ മൈനസ് റൈസ് ഓർ ഫോൾ. അപ്പോൾ ഇവിടെ ഫോൾ ആയതുകൊണ്ട് മൈനസ് യൂസ് ചെയ്യുക, പ്ലസ് ഓർ മൈനസിൽ മൈനസ് യൂസ് ചെയ്യുക. 99.85 മൈനസ് 0.1. അപ്പോൾ നമുക്ക് ഡിയുടെ റെഡ്യൂസ് ലെവൽ കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ലെവൽസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്റ്റാഫ് റീഡിങ്സ് കമ്പയർ ചെയ്ത് റൈസ് ആണോ ഫോൾ ആണോ എഴുതാം. എന്നിട്ട് അതിൽ ഫസ്റ്റ് പോയിന്റിൻ്റെ റെഡ്യൂസ് ലെവലിൻ്റെ കൂടെ പ്ലസ് ഓർ മൈനസ് ഈ റൈസ് ഓർ ഫോൾ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പോയിന്റിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. അതാണ് റൂള്. പ്ലസ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് എഴുതാം, ഫോൾ ആണെങ്കിൽ മൈനസ് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡ് യൂസ് ചെയ്താലും സെയിം റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ മെത്തേഡിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ രണ്ട് മെത്തേഡുകൾ തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെയാണെന്ന് നോക്കാം. റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് മോർ ടീഡിയസ് ആണ്, അതായത് ഡിഫിക്കൽട്ടാണ് ചെയ്യാനായിട്ട്. കാൽക്കുലേഷൻ കൂടുതൽ കാൽക്കുലേഷൻസും ഉണ്ട്, ലെങ്തിയാണ്. ബട്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടാവുന്ന എറർ അത് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട്. വേറെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൽ ഉള്ള കാൽക്കുലേഷൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പോയിൻറ്റിൻ്റെയും ലാസ്റ്റ് പോയിൻറ്റിൻ്റെയും വാല്യൂസ് മാത്രമേ, റിസൾട്ട് മാത്രമേ ചെക്ക് ചെയ്യാൻ എറർ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദെൻ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് സാധാരണ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ലെവലിംഗ് വർക്കുകൾക്കും, അതായത് ഒരു കുന്ന് പോലെയുള്ള സ്ഥലത്ത്
താഴത്തെ ഒരു പോയിൻറ്റും മുകളിലത്തെ ഒരു പോയിൻറ്റും തമ്മിൽ ലെവൽ ഡിഫറൻസ് കാണണമെങ്കിൽ അത് ഇവിടെ ഇത് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് നല്ലതാണ്. ദെൻ ഫോർ അതർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, വേറെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡ്, ഇത് യൂസ് ചെയ്യുന്നത് പ്രൊഫൈൽ ലെവലിംഗ്, റോഡിൻ്റെ അല്ലെങ്കിൽ ഒരു കനാലിൻ്റെ ഒക്കെ ക്രോസ് സെക്ഷണൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ പ്രൊഫൈൽ എടുക്കുന്ന സമയത്തുള്ള ലെവലിംഗ്. അതർവൈസ് സെറ്റിംഗ് ഔട്ട് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അതിനൊക്കെ HI മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പറയാൻ പോകുന്നത്, നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ അത് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയും. നമ്മളുള്ള കാൽക്കുലേഷൻസുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. സോ ആ അരിത്തമെറ്റിക്കൽ ചെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. അത് രണ്ട് മെത്തേഡിനും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ HI മെത്തേഡ് ആണെങ്കിൽ അതിനകത്ത് ചെയ്യുന്നത് നമ്മൾ സിഗ്മ ഓഫ് ബാക്ക് സൈറ്റ്, ഈ ടേബിളിൽ നിന്ന് സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് സൈറ്റുകളുടെ കോളത്തിൽ വരുന്ന എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക. ഇവിടെ ഈ കേസിൽ ഇപ്പോൾ 2 വാല്യൂസ് ഉള്ളൂ. ആ 2 വാല്യൂസ് ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ 5 കൂടി ആഡ് ചെയ്ത് ടോട്ടൽ വാല്യൂ കൂടെ എഴുതുക. അതിനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. അതുപോലെ ഫോർ സൈറ്റുകളുടെയും സിഗ്മ വാല്യൂ എടുക്കുക. അപ്പോൾ ബാക്ക് സൈറ്റിൻ്റെ സിഗ്മ മൈനസ് 4 സൈറ്റുകളുടെ സിഗ്മ, അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ലാസ്റ്റ് പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവലിൽ നിന്ന് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിൻറ്റിൻ്റെ ഈ കേസിൽ D ആണ് ലാസ്റ്റ് പോയിൻറ്റ്, അതിൻ്റെ RL എന്ന് പറഞ്ഞാൽ 99.75 ആണ്. അതുപോലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് A ആണ്, ഒരു ബെഞ്ച് മാർക്ക് പോയിൻ്റ് ആണ്, അതിൻ്റെ RL 100 ആണ്. അപ്പോൾ ലാസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ഫസ്റ്റ് പോയിൻ്റ് മൈനസ് ചെയ്യുക RL വാല്യൂസ്. ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പ്രോബ്ലം കഴിയുമ്പോഴും ഈ ഒരു അരിത്തമെറ്റിക്കൽ ചെക്കിംഗ് കൂടി ചെയ്ത് നോക്കണം. ഇനി റൈസ് ആൻഡ് ഫോൾ മെത്തേഡിലാണെങ്കിൽ കുറച്ചും കൂടി ചെക്കുകൾ ഒരെണ്ണോടി കൂടുതലുണ്ട്. ഈ സിഗ്മ ഓഫ് ബാക്ക് സൈറ്റ് മൈനസ് സിഗ്മ ഓഫ് ഫോർ സൈറ്റ്, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സിഗ്മ ഓഫ് റൈസ് മൈനസ് സിഗ്മ ഓഫ് ഫോൾ. അഗെയിൻ ആ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL. അപ്പോൾ ഇവിടെ സിഗ്മ റൈസ് സിഗ്മ ഫോൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ റൈസുകളുടെ എല്ലാ സിഗ്മ വാല്യൂസ് ടോട്ടൽ ചെയ്യുക. 0.05 മാത്രമേ ഉള്ളൂ ഇവിടെ അതിൻ്റെ ടോട്ടൽ, ആ വാല്യൂ തന്നെ. ഈ ഫോളുകളെല്ലാനും ടോട്ടൽ ചെയ്ത് തന്നെ സിഗ്മ ഫോൾ വന്നു, അത് ഇവിടെ. അത് തമ്മിലുള്ള ഡിഫറൻസ് റൈസ് മൈനസ് ഫോള്, അത് ആ ഒരു സംഖ്യ മറ്റേതിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഈക്വൽ ആണെങ്കിൽ അരിത്തമെറ്റിക്കൽ ചെക്ക് പാസ്സായി എന്നാണ് മീനിങ്. അതായത് മിസ്റ്റേക്കുകളൊന്നും കാൽക്കുലേഷൻസിൽ വന്നിട്ടില്ല എന്നതാണ് മീനിങ്.